ഞാൻ 2 ദിവസം മുമ്പ് ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ മുമ്പേ ചെയ്ത ഒരു വീഡിയോയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന്. അവൻ എന്നോട് പറഞ്ഞ്, "എനിക്ക് വലിയ വീടെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് കടം കേറി എനിക്ക് വിൽക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്." അപ്പോൾ ഞാൻ അതിന്റെ ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, "ഞാൻ 20,00,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ലോൺ എടുത്ത് വീട് വെച്ചു. വീട് വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരികയും അങ്ങനെ വന്ന സമയത്ത് ലോൺ അടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമയത്ത് അദ്ദേഹം ആ വീട് വിൽക്കേണ്ടി വന്നു. വീട് വിൽക്കേണ്ടി വന്നു. പലരും വീട്ടുകാരും പലരും അവനെ പഴിച്ചു. പലതെല്ലാം അവനോട് പറഞ്ഞു. പക്ഷേ ഞാൻ അവനോട് സംസാരിച്ചു. അവന് 20,00,000 രൂപയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, "നീ ബാങ്കിൽ നിന്ന് 20,00,000 രൂപ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു പവൻ ഗോൾഡിന് എത്രയായിരുന്നു?" അപ്പോൾ അവൻ പറഞ്ഞു, "ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്താണ്." അപ്പോൾ 20,000 രൂപയ്ക്ക് അടുത്ത് ഒരു പവൻ ഗോൾഡിനുണ്ടായ സമയത്ത് അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ ഒരു പവന് 20,000 രൂപയാണെങ്കിൽ അദ്ദേഹത്തിന് 20,00,000 രൂപക്ക് 100 പവൻ ഗോൾഡ് കിട്ടുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, "നിങ്ങൾ അന്ന് വാങ്ങിച്ച ആ ലോൺ എടുത്ത ആ പണം നിങ്ങൾ അന്ന് ഗോൾഡ് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആ പണത്തിന്റെ മൂല്യം എത്രയായിരിക്കും?" എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇന്ന് ആ ഗോൾഡിന്റെ വാല്യൂ ഏകദേശം 1 സിആറിന്റെ അടുത്തായിരിക്കും. ആ 1 സിആറിന്റെ അടുത്തായിരുന്നെങ്കിൽ അവനിപ്പോൾ നല്ലൊരു വീട് വെക്കാമായിരുന്നു. ബാക്കി ഒരു 50,00,000 അസറ്റായിട്ട് ലോണെല്ലാം അടച്ച് ബാക്കി വന്നാലും അദ്ദേഹത്തിന് നല്ലൊരു പണം അദ്ദേഹത്തിന് ബാലൻസ് ആക്കാൻ പറ്റും. കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. 45,00,000 രൂപയ്ക്ക് 4.5 കോടിയുടെ വീട് വാങ്ങിച്ചു. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം. അത് ലക്ഷറിക്ക് വേണ്ടി ആയിരിക്കരുത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലത്തെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും സപ്പോർട്ടും കിട്ടണമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ IHRDHിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. IHRDHിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്ത ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ അതല്ല എങ്കിൽ മുജീബ് ടി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് അതിൻ്റെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, വെൽക്കം ടു IHRDH.